ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പകർന്ന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം പരാമർശിക്കുന്ന ഭാഗം തോറ്റംപാട്ടുകാർ ആലപിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ശ്രീകോവിലിൽ നിന്നും ഇപ്പോൾ ദീപം ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകരുന്നു. അതിനുശേഷമാണ് വലിയ തിടപ്പള്ളിയിലെ ഭണ്ഡാര അടുപ്പിലേക്ക് പകരുന്നത്. ഭണ്ഡാര അടുപ്പിൽ നിന്നും ലക്ഷക്കണക്കായ പൊങ്കാലക്കലങ്ങളിലേക്ക്, ഭക്തരുടെ പൊങ്കാലക്കലങ്ങളിലേക്ക് തീ പകരുന്നതായിരിക്കും. ഭണ്ഡാര അടുപ്പ് കത്തിച്ചിരിക്കുന്നു. ഭണ്ഡാര അടുപ്പിൽ നിന്നും ഇനി തീ ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക്. ഇത് കൃത്യം ഇവിടെ നിന്നും പകർന്ന് ഇത്രയധികം കിലോമീറ്റർ ദൂരെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സമയം ഈ ക്ഷേത്രത്തിൽ പൊങ്കാല ഭണ്ഡാര അടുപ്പിൽ തീ പകരുന്ന സമയം തന്നെ ഭക്തർ വിവിധങ്ങളായ ഇടങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള പൊങ്കാല കലങ്ങളിലേക്ക് തീ പകരും. ക്ഷേത്രത്തിന്റെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ പലയിടങ്ങളിലായി ഇങ്ങനെ പൊങ്കാല കലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോവിഡ് കാലമൊക്കെ ആയപ്പോൾ പലരും വീടുകളിൽ പൊങ്കാല അർപ്പിക്കുന്നത് കണ്ടതാണ്. അങ്ങനെയും ചെയ്യാറുണ്ട് ആളുകൾ. ആറ്റുകാൽ പൊങ്കാല ദിവസം സ്വന്തം വീട്ടിൽ പൊങ്കാല ഇടുന്ന പതിവുള്ളവരുമുണ്ട്. ഏതായാലും ഈ ദിവസം ഭക്തിയുടേതാണ്. ഭക്തി നിർഭരമായ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന്റെ സാക്ഷാത്കാരമാണ് ഈ ദിവസം. അതിൻ്റെ നിമിഷങ്ങളെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്, നമ്മൾ സാക്ഷിയാകുന്നത് അതിനാണ്. ഇത്രയധികം ഭക്തജനങ്ങൾ ഒത്തുചേരുന്ന ഒരു ചടങ്ങ്, വളരെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആറ്റുകാൽ പൊങ്കാല. അത് ഇപ്പോൾ ഭക്തർ പൊങ്കാലക്കലങ്ങളിലേക്ക് തീ പകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ചൂടുള്ള സമയമാണ് എന്നുകൂടി നമുക്കറിയാം. ഈ ചൂടുള്ള സമയത്തും ഇങ്ങനെ പൊങ്കാലക്കലങ്ങളിൽ നിന്നുയരുന്ന തീയും പുകയും ഇതെല്ലാം ചേർന്ന് അവിടെ ശരിക്കും ഒരു യാഗശാലയായി മാറും തിരുവനന്തപുരം നഗരം. അത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, അതൊക്കെ ഒരു ക്ലീശേ പ്രയോഗങ്ങളായി മാറിക്കഴിഞ്ഞു എന്നറിയാം. എങ്കിൽ പോലും അതിന് പകരം ഒരു വാക്ക് കണ്ടെത്താൻ നമുക്കില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും അവിടെയൊക്കെ പുക പടലങ്ങളാൽ നിറയും. ഭക്തിയുടെ ചൂടുണ്ട്, അതിനൊപ്പം അന്തരീക്ഷത്തിൻ്റെ ചൂടുണ്ട്, ഈ പൊങ്കാലക്കലങ്ങളിൽ നിന്ന് വരുന്ന ചൂടുണ്ട്. അങ്ങനെ മൊത്തം ചൂട് പിടിച്ച ഒരു അന്തരീക്ഷത്തിലേക്ക് നഗരം ഇപ്പോൾ മാറും.